ജനാധിപത്യ വിശ്വാസികളെയും നാട്ടുസ്നേഹികളെയും കോൺഗ്രസിന്റെ പ്രവർത്തകരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചടയമംഗലം ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ ബഹുജന മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. കടക്കൽ നിലമേൽ റോഡിനെ അടിയന്തരമായി നവീകരിക്കുക, സജ്ജായോഗ്യമാക്കുക. 5 കിലോമീറ്റർ ദൂരത്തിന് 10 കോടി രൂപ നയിക്കുന്ന ബഹുജന പ്രതിഷേധ കാൽനടയാതെയാണ് ഈ വഴിപ്പാറയിലൂടെ കടന്നു വരുന്നത്. 5 കിലോമീറ്റർ ദൂരത്തിന് 10 കോടി രൂപ മേടിച്ചിട്ട് ദുരിതക്കയത്തിൽ നിന്നും കടക്കൽ നിലമേൽ റോഡിനെ രക്ഷിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിഞ്ഞില്ല. 25 വർഷമായി ചടയമംഗലം നിയോജകമല്ലേയുണ്ട്. അവരെ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കൂടിയാണ്. ആ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി യാതൊരുവിധ നടപടികളും നടക്കുന്നില്ല എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. ഇതൊരു ഈ കടക്കൽ നിലമേൽ റോഡ് അല്ലെങ്കിൽ നിലമേൽ മടത്തറ റോഡ് എല്ലാ കാലഘട്ടങ്ങളിലും ഒരു ദുരന്തമായ ഒരു യാത്രയാണ്. ഇവിടെ പ്രയാർ ഗോപാലകൃഷ്ണൻ MLA ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ പണിഞ്ഞ റോഡ്, അതിനുശേഷം വന്ന MLA മാരായ മുല്ലക്കര രത്നാകരനും ഇപ്പോൾ വന്നിട്ടുള്ള ഈ മന്ത്രിയുമൊക്കെ ഓരോ ഫണ്ടുകൾ കൊണ്ടുവന്ന് ഈ റോഡ് പണി എന്ന നിലയിൽ ഈ ഫണ്ട് വെട്ടിച്ചു കൊണ്ടുപോകുന്നതല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം ഈ റോഡിൽ ഉണ്ടായിട്ടില്ല. അപ്പം നമ്മളെല്ലാവരും ബസ്സിലും അല്ലെങ്കിൽ കാറിലും ഒക്കെ ആയിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ബസ്സിലും കാറിലും യാത്ര ചെയ്യുന്ന, 2 വീലർ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കാണ്. നിങ്ങൾ ആരെങ്കിലും നടന്ന് ഈ റോഡിൽ പോവുകയാണെങ്കിൽ ഈ റോഡ് ഇപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന വിള്ളലുകൾ, പൊളിഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അതെല്ലാം പൂർത്തിയായതാണ്. പൂർത്തിയാക്കാത്ത ഭാഗങ്ങൾ ഒരു 1/3 ഭാഗം മാത്രമേ ഉള്ളൂ. ആ പ്രദേശത്തിന്റെ വികസന മുരടിപ്പായാലും ആശുപത്രിയുടെ വികസനമില്ലായ്മയായാലും ഈ നാട്ടിലെ സാധാരണക്കാരന് നീതി ലഭിക്കാത്ത നിരവധി വിഷയങ്ങളായാലും അവിടേക്ക് ഒരു പൊതുപ്രവർത്തകന്റെ സാന്നിധ്യമായി ഓടിയെത്തുന്നത് ഈ പ്രദേശത്തെ ജനകീയനായ നേതാവ് ശ്രീ MM നസീർ അവർകളാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ് നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഈ സമരവും നേതൃത്വം നൽകിക്കൊണ്ട് കാൽനടയായി ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടാണ് അഡ്വക്കേറ്റ് MM ജാഥ കടന്നു വന്നത്. ഇതൊരു മുന്നറിയിപ്പാണ്. ജനകീയ വിഷയങ്ങളിൽ ജനപക്ഷ രാഷ്ട്രീയം സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ മുന്നറിയിപ്പാണ്, ഇടതുപക്ഷ ഗവൺമെന്റിനുള്ള മുന്നറിയിപ്പാണിത്. ഈ ജാഥ നയിച്ച ശ്രീ അഡ്വക്കേറ്റ് MM നസീർ അവർ, അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് ഈ ജാഥ ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റി, ഈ ജാഥ ജനങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുന്ന വികസന പ്രശ്നങ്ങളെപ്പറ്റി ബഹുമാന്യായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയപ്പെട്ട നേതാവ് ശ്രീ MM നസീർ ജനങ്ങളോട് സംവദിക്കുവാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.